Google can guide in good way or a bad way. എന്തറിയോ ഇപ്പം ഒരിക്കലും ഞാൻ തന്നെ എന്റെ പ്രേക്ഷകരോട് പല സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ട്രീറ്റ്മെന്റ് സ്വന്തമായിട്ട് എടുക്കരുത്. ഇപ്പൊ ഗൂഗിൾ ക്യാൻ ഗീവ് എ ലോട്ട് ഓഫ് നോളജ്. ശരിയാന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. എനിക്ക് അത്രയും അറിവില്ല, അതുകൊണ്ട് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു പനി വന്നു ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇത് പാരസെറ്റമോൾ എന്താ വെച്ചാൽ അത് കഴിച്ചാൽ മതിയോ എന്ന് ഗൂഗിൾ ഇൻസ്ട്രക്ട് ചെയ്താൽ നമ്മളത് മതിയോ? അല്ല, ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്ക് അസുഖത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയുടെ ഒരു ഇത് കിട്ടും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു എക്സ്റേ ഉണ്ട്, ഒരു സ്കാൻ റിപ്പോർട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ, മറ്റേത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തോന്ന് പറയുക, ഡോക്ടർ പറയുന്ന പോലെ ചെയ്യും, ഡോക്ടർ ഒരു ഇത് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. പക്ഷേ ഇത് അവരെയും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ. അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെറിറ്റ് ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. ഈ ഗൂഗിളിൽ പറഞ്ഞ പോലെ അതിന് ഒരു ഓതന്റിസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സൈറ്റിൽ പോവുക, മെഡിക്കൽ ജേർണൽസ് ആരാണ്, എവിടെ നിന്നാണ്, അതിന് എത്രത്തോളം ഓതന്റിസിറ്റി ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സാധാരണക്കാരൻ പറ്റത്തില്ല. അതിനെ റിലേറ്റ് ചെയ്താണ് ഇപ്പൊ സെയിം സാധനം യൂട്യൂബും വന്നേക്കുന്നത്. നമ്മളിപ്പം കുറെ പേര്, ഇഷ്ടംപോലെ ആൾക്കാർ യൂട്യൂബ് ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ ദിവ്യ തന്നെ ഇഷ്ടംപോലെ ടിപ്സ് യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതൊക്കെ നമ്മൾ ഒരു വെൽ റെപ്യൂട്ടഡ് ഡോക്ടറാണ്, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ചിലർക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് ഇഷ്ടം പോലെ. അപ്പൊ നമ്മൾ ഹൗ വി ക്യാൻ റെക്കഗ്നൈസ് ദം, എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ദിസ് ഇസ് റൈറ്റ് ആൻഡ് ദിസ് ഇസ് റോങ്? ചേച്ചി, നമ്മൾ എപ്പോഴും ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം പിന്നെ അത് എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളൊരു മെഡിക്കൽ ഡിഗ്രി ഉള്ള ഒരാൾ, ഏത് മെഡിക്കൽ ഡിഗ്രി ആയിക്കോട്ടെ, MBBS, BDS, BHMS, വാട്ട് എവർ, 5.5 വർഷം പഠിച്ചാലേ ഓരോരുത്തർക്ക് ഈ മെഡിക്കൽ ഡിഗ്രി കിട്ടുള്ളൂ കയ്യിൽ. ഓക്കെ, 4.5 years പ്ലസ് 1 year ഹൗസ് സർജൻസി. അത് എല്ലാ മെഡിക്കൽ ഡിഗ്രിക്കും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയർ പഠിക്കുന്ന ബുക്സ് എല്ലാം ഒന്ന് തന്നെയാണ്, എക്സെപ്റ്റ് മെഡിസിൻ. ഓക്കെ, നമ്മൾ അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ഫോറൻസിക് മെഡിസിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുന്ന ഒരു ഡോക്ടറിന് ബേസിക്കലി നമുക്ക് എന്തായാലും കാര്യങ്ങൾ അറിയായിരിക്കും. ഇത് ചിലപ്പോൾ ഇതായിരിക്കത്തില്ല, എവിടെന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അത്രത്തോളം നോളജ് ഇല്ലാത്ത ഒരാൾ, ഇപ്പോൾ ഞാൻ ഏറ്റവും ഇതായിട്ട് പറയുന്ന വൈറ്റമിൻ ഇയുടെ കാര്യം പറയാറുണ്ട്. എല്ലാ ആൾക്കാരും ഈ യൂട്യൂബിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ക്ലിനിക്കിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് ഡോക്ടർ ഹായ്, സുഖമാണോ, അല്ലെങ്കിൽ കഴിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ അത് ശരിക്കും ക്ലിനിക്കിൻ്റെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന സംശയങ്ങൾ, വൈറ്റമിൻ ഇ നമ്മളെ തലയിൽ തേച്ചാൽ മുടി വളരും, വൈറ്റമിൻ ഇ തേച്ചാൽ വെളുക്കുമോ? വെളുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ, എന്തായാലും കുഴപ്പമില്ല, വെളുത്താൽ മതി, അതാണ് എല്ലാവരുടെയും ഒരു ആവശ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ തന്നെ പറയുന്ന യൂട്യൂബിൽ കണ്ടല്ലോ, അല്ല അദ്ദേഹം പറഞ്ഞല്ലോ ഇങ്ങനെ വൈറ്റമിൻ ഇ തേച്ച് കഴിഞ്ഞാൽ മുഖം വെളുക്കുമെന്ന്, അത് സത്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞോ? ഇല്ല ഡോക്ടർ പറഞ്ഞില്ല, അല്ല പക്ഷെ ഞങ്ങൾ കണ്ടു ഇങ്ങനെ. അപ്പോൾ ഈ വൈറ്റമിൻ ഇക്ക് ശരിക്കും പറഞ്ഞാൽ ആസിഡ് സൈൻ അബ്സോർപ്ഷൻ കുറവാണ് സ്കിന്നിലോട്ട്. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയത്തില്ല. അവര് വൈറ്റമിൻ ഇ വാങ്ങിക്കുന്നത് ഏതെങ്കിലും ഒരു മീഡിയം ആയിട്ട് മിക്സ് ചെയ്തിട്ടാൽ മാത്രമേ അതിന് കൂടുതൽ അബ്സോർപ്ഷൻ ഉള്ളൂ. അപ്പൊ അത് അറിയാതെ നമ്മൾ ചുമ്മാതെ, പിന്നെ വൈറ്റമിൻ വെറുതെ കഴിക്കുന്നവരുണ്ട്. ഇപ്പൊ വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല, ഹൈപ്പർ വൈറ്റമിനോസിസ് ഉണ്ട്. വൈറ്റമിൻ കൂടി പോയാലും നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. അമൃതം വിഷമാണ്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ ആ വേണ്ടുന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യം എന്താണ് അത് മാത്രം നമ്മൾ എടുക്കും, ഇഷ്ടമുള്ളത്, ബാക്കിയെല്ലാം നമ്മൾ ഇത് ചെയ്യും. അങ്ങനെയാണ് അമ്മ ഭയങ്കര എന്നാ പറയാ, എന്തെല്ലാം ആലോചിക്കണം അല്ലേ? ഈ പറഞ്ഞാല് വീട്ടുകാര്യങ്ങൾ ആലോചിക്കണം, ആക്ട്രസ് എന്ന നിലയിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആലോചിക്കണം. അത് മാത്രമല്ല ഡോക്ടർ ആകുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ആണ്, പഠിച്ചു തീരാത്ത ഒരു ജോലിയാന്ന് ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടറും വക്കീലിനും ഒന്നും എടുക്കല്ലോ കേട്ടോ, പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കാൻ ഇഷ്ടമാണ്, അന്നാ എടുത്തോ, കുഴപ്പമില്ല. പഠിക്കാൻ ഇഷ്ടമോ, പക്ഷെ ഞാനും കൂടെ പഠിക്കണം കൂടെ. അതെന്തറിയോ, ഇപ്പത്തെ പിള്ളേരൊക്കെ പഠിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് 5 വർഷം കൊണ്ട് ഇത് പഠിച്ചു തീരുമല്ലോ, മതി എന്ന് പറഞ്ഞിട്ടാണ് പിള്ളേർ ബുക്ക് തുറക്കുന്നതന്നെ. ഡോക്ടേഴ്സിന് അതൊക്കത്തില്ല, ഈവൻ അഡ്വക്കേറ്റ്സിന് അതൊക്കത്തില്ല, ആലോചിച്ചോ. പിന്നെ ഈ നമ്മള് ലേഡീസിന് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു ടിപ്സും കൂടെ ചോദിക്കുവാന്നേ, കല്യാണ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കോ. ചെക്കൻ ഭയങ്കര സ്മാർട്ടായിരിക്കും, പെണ്ണും ഭയങ്കര സ്മാർട്ടായിരിക്കും. ഇതൊരു ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് അടിക്കും. ഏതറിയോ, എന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഞാൻ കല്യാണത്തിന് മുന്നേ മെലിഞ്ഞിരുന്നു, ഇപ്പൊ 3 മക്കളുടെ അമ്മയൊക്കെ നല്ല വണ്ണം വെച്ചിട്ട്. ഇത് തിരിച്ചാവാൻ ഒരു രക്ഷയില്ലേ? ഉണ്ട് ചേച്ചി. എപ്പോഴും ഈ വണ്ണത്തിന്റെ കാര്യം എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ കുറുക്ക് വഴികളൊന്നുമില്ല. കുറുക്ക് വഴിയില്ലെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ഡയറ്റാണ് GM ഡയറ്റ്, ജനറൽ മോട്ടോഴ്സ് ഡയറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ജനറൽ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അവരുടെ സ്റ്റാഫിൻ്റെ ജസ്റ്റ് ട്രിം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു ചെറിയ ഡയറ്റാണ്. ഫസ്റ്റ് ഡേ ഫ്രൂട്ട്സ്, സെക്കൻഡ് ഡേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റ് ഫോം. അത് 8 ദിവസം. അപ്പോൾ ഈ 7-8 ദിവസം കൊണ്ട് നമുക്ക് 8 കിലോ അല്ലെങ്കിൽ 5 കിലോ ലൂസ് ചെയ്യും എന്നാണ് നമ്മുടെ ഒരു പറയുന്നത്.
പക്ഷേ ഇവിടെ എന്താ നമ്മുടെ പ്രശ്നം, ഈ 5-6 ദിവസം നമ്മൾ നന്നായിട്ട് ഡയറ്റ് ചെയ്യും, പക്ഷേ ഈ 8ാമത്തെ ദിവസം നമ്മുടെ കൊതിയല്ലേ എല്ലാം കഴിക്കും. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് മടുത്തിരിക്കുന്ന നമ്മൾ 10ാമത്തെ ദിവസം എല്ലാം കഴിക്കും, പോയ 5 കിലോ 10 കിലോ ആയിട്ട് തിരിച്ചു വരും. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അപ്പോൾ അത് പറയുന്നത് പോലെ നമ്മൾ പതുക്കെ ഗ്രാജുവലായിട്ട് നമ്മുടെ ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്ത് പോയി. ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ അറിയോ, എല്ലാവരും പറയും ഡോക്ടർ ഞാൻ രാത്രി ചപ്പാത്തി കഴിക്കും, അല്ലെങ്കിൽ 3 നേരം ചപ്പാത്തി കഴിച്ചാൽ വണ്ണം കുറയോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം ആക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ സജഷൻസ് ഓരോരുത്തർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് പറ്റുന്ന ഡയറ്റ് മാത്രമേ എടുക്കാവൂ. ഇപ്പം നമ്മളൊരു 5 ഇഡ്ഡലി രാവിലെ കഴിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ, അതിൻ്റെ ക്വാണ്ടിറ്റി ഓരോ ദിവസവും ഓരോ പിച്ച് വെച്ച്, അതായത് 2 3 വെച്ച് കുറച്ച് കൊണ്ടുവരും, ഓരോ പിച്ച് മാറ്റി വെച്ച് അങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ സ്റ്റമക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് അതിൻ്റെ എലാസ്റ്റിസിറ്റി കുറയും. നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നു അത് അത്രയ്ക്കും വലുതാവും. എത്ര കുറയ്ക്കുന്നു അത് ഗ്രാജുവലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പും അതുപോലെ കുറയും. അപ്പം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ വണ്ണം കുറയ്ക്കുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം ഡിപ്രഷൻ വേറൊരു പ്രശ്നമാണ്. ഈ വണ്ണം കൂടുമ്പോൾ നമ്മളൊക്കെ എന്തൊരു ജീവിതം, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, എന്തോ കഴിച്ചാലും വണ്ണം വയ്ക്കുക ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പറയും ഇന്നും കൂടെ കഴിക്കാം, നാളെ തൊട്ട് ഡയറ്റ് ചെയ്യാം, ഇതാണ് അടുത്തൊരു ഇത് ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പറയും 1 മാസം എക്സസൈസ് ചെയ്യും, എന്നിട്ട് വീണ്ടും മേക്കിംഗ് ടൈം പുറത്ത് കയറും, ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇന്ന് നിർത്തുക, ഇനി ഞാൻ ചെയ്യുന്നില്ല ഇങ്ങനെ. അപ്പം നമ്മൾ ഗ്രാജുവലി അതിനെ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ ഇത് ഗ്രാജുവലി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ആഹാരം വെച്ച് തന്നെ നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു ജീവിതമായത്, എല്ലാ പേഷ്യൻസും ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറയും. പക്ഷെ അതല്ലാതെ കഴിക്കുന്ന ആഹാരം എന്തുവാന്ന് നോക്കിയും കണ്ടും കഴിക്കാമെങ്കിൽ എല്ലാം കഴിക്കുകയും ചെയ്യാം, വണ്ണവും കുറയ്ക്കാം. ബെസ്റ്റ്. അപ്പൊ ഇപ്പൊ എന്തായാലും ദിവ്യ പറഞ്ഞു, നമ്മൾ ഈ ആഹാരത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇപ്പൊ ദിവ്യ തന്നെ ഉള്ളിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ചേച്ചി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എനിക്ക് ഇതുവരെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും തന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ടിപ്സ് മാത്രം പോരാ, നമുക്ക് ആഹാരം വേണം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഭക്ഷണം തരാം. തനിക്ക് വെജല്ലേ ഏറ്റവും ഇഷ്ടം? പിന്നെ വേറൊരു കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കല്ല മോക്ക് യൂട്യൂബിൽ കുക്കിങ്ങിന്റെ വീഡിയോസ് എല്ലാം ഇരുന്ന് കാണുക. കാർട്ടൂണും അങ്ങനെയൊന്നും കാണത്തില്ല. ആ കേക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. കണ്ട് ഞാൻ പറയും ഇത് കണ്ട് നീ കൊതി വിടുന്നതാണോ എന്ന് ചോദിക്കും. അമ്മ ഭയങ്കര പാചക വിദഗ്ധയാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മ നല്ലോണം കുക്ക് ചെയ്യില്ലേ? അമ്മ എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നേ? അമ്മ അങ്ങനെ വെച്ച് കേക്ക് ഉണ്ടാക്കും, കപ്പ് കേക്ക് ഉണ്ടാക്കും. മോക്ക് കേക്കാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടം. അമ്മ പല വെറൈറ്റി കേക്ക് ഉണ്ടാക്കും, കപ്പ് കേക്ക് ഉണ്ടാക്കും. ചോക്ലേറ്റ് കേക്കാന്നോ വാനില കേക്കാന്നോ ഇഷ്ടം? ചോക്ലേറ്റ് ഇഷ്ടം. ഓഹോ, എവിടെ പോയാലും പറയും ചോക്ലേറ്റ്. ഐസ്ക്രീം ആണെങ്കിലും ചോക്ലേറ്റ്, എല്ലാ ഫ്ലേവേഴ്സും ചോക്ലേറ്റിലാണ് കൂടുതൽ ഇഷ്ടം. അമ്മ സമ്മതിക്കും? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇത് കഴിക്കും, ഇന്ന് ഇത് കഴിക്കും. ചോക്ലേറ്റ് ഐസ്ക്രീം പിന്നെ തരാവേ. ഇപ്പൊ ഇത് കഴിച്ചോ, ഒരു സന്തോഷം. കഴിക്കൂ, കഴിച്ചോട്ടോ അവേ. ശരിക്കും പിന്നെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മഷ്റൂം ആക്ച്വലി ശരിക്കും ഇതൊരു എന്താ പറയാ, നമ്മുടെ ഒരു നോൺ വെജ് ചില്ലി പെപ്പർ ഫ്രൈ. ഇത് ഞാൻ ശരിക്കും ചെയ്തിരിക്കുന്നത് മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. അപ്പൊ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻസ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെജിറ്റേറിയൻ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും, ഒരു കൊതി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനെ റിസംബിൾ ചെയ്ത് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ വെജിറ്റേറിയൻ ആവുന്ന സമയത്ത് എവ്രി വൺ ഇസ് ഹാപ്പി. അപ്പൊ അതിനെയാണ് ഞാൻ കൂടുതലും പരീക്ഷണങ്ങൾ ചെയ്യുന്നത്. പിള്ളേരാന്നേലും ഒരു പരാതിയില്ല, മഷ്റൂമോ പനീറോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്നെ നോക്കി വെച്ചു ഇതേ ഉള്ളോ വേറെ ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ നമുക്കും അന്നേലും അരിശം വരുവേ. അന്നേരം ഇതിങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചു. ഇതേപോലെ എന്തൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? എന്റെ മോളെ അറിയാൻ മേല എന്നാ രാവിലെ അടുക്കള കയറുമ്പോഴത്തേക്ക് എന്നാ മുന്നേ കാണുന്നതെന്ന് വെച്ചാൽ അത് വെച്ചൊരു പരീക്ഷണമാണ്. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാറില്ല. അല്ലാതെ അക്കാഡമിക് വൈസോ ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ലേ. അടുക്കളയാണ് എന്റെ കോളേജ്, അത് വെച്ചാ ഞാൻ പഠിക്കുന്നത്. പക്ഷെ കുക്കിങ്ങിന് അക്കാഡമി ഇല്ലാത്ത തന്നെയാ നല്ലത് അല്ലേ? ഭയങ്കര ഒരു വട്ട കുക്കിംഗ് എന്നൊക്കെ പറയുമ്പോ